ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് വയനാട് മീഡിയ. അപ്പോൾ നമ്മളിന്ന് ഫുഡ് ഐറ്റംസ് നല്ലൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ വയനാട് വരദൂർ ഉള്ള നമ്മളെ ഹോസ്പിറ്റലാണ്. അവിടെ ഒരു കോവിഡ് സെൻറ്റർ നിർമ്മിച്ചിരിക്കുകയാണ് പുതിയതായിട്ട്. ഈ സൈഡിലാണ്, ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇത് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു കോവിഡ് സെൻ്ററാണ് ഇതേപോലെ നിർമ്മിക്കുന്നത്. റെഡിമെയ്ഡാണ്. ഒരു ദിവസം കൊണ്ട് ഒരു ഹോസ്പിറ്റൽ, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റൽ അവർ സെറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ മേക്കിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കാര്യങ്ങളും അവരോട് ചോദിച്ചറിയാം. சைடில் வந்து ஹாஸ்பிட்டல்ஸே இல்லை. கோவிட் அப்போ வந்து ஹாஸ்பிட்டல் கொண்டு வந்து கட்டுறது ரொம்ப கஷ்டம். ஸோ இந்த மாதிரி ஆல்ரெடி ஒரு ஃபேக்ட்ரியில் பண்ணி இங்கே கொண்டு வந்து ஈஸியாக வாங்கி. ഇതിൻ്റെ മാനുഫാക്ചറിങ് നിങ്ങളുടെ കമ്പനിയാണ്? எங்கள் கம்பெனி பேர் மாடுலஸ் ஹவுசிங். இங்கே சென்னையில் வந்து நாங்கள் ஆல்ரெடி மற்ற ஏரியாவுக்கு கொடுத்துருந்தோம். இந்த கன்ஸ்ட்ரக்ஷன் சைட்டில் ஒர்க்கர்ஸ்லாம் இருப்பாங்கல்ல, அவங்களுக்குலாம் இது ஆல்ரெடி பண்ணி கொடுத்துட்ருந்தோம். அப்புறம் டிஃபென்ஸுக்கு பண்ணிட்டு இருந்தோம். ஸோ இப்போ வந்து கோவிட்னால நாங்கள் வந்து ஹாஸ்பிட்டல்ஸ் பண்ணிகிட்ருக்கோம். இப்போ ஸோ இந்த மாதிரி ஹாஸ்பிட்டல்ஸ் வந்து அங்கேயே மேனுஃபேக்சர் பண்ணிவிட்டு இங்கே வந்து ஒன் டே செட்டப், எங்கே வேணாலும் எந்த வில்லேஜ் வேணாலும் நம்ம போய் செட் பண்ணிக்கலாம். ഒരു ഹോസ്പിറ്റൽ സെറ്റ് ചെയ്യാമെന്നല്ലേ? உள்ளே வந்து நெகட்டிவ் ப்ரெஷர் இருக்கும், பாத்ரூம் இருக்கும், எலக்ட்ரிக்கல்ஸ் எல்லாமே இருக்கும். நம்ம எல்லாமே செட்டப் முடிச்சதுக்கப்புறம் ஒரு எலக்ட்ரிக் பவர் மெயின்லேருந்து கொடுக்கணும், அப்புறம் கிரிட்லேருந்து எடுத்து கொடுக்கணும், ஒரு ரிசீவர் சிஸ்டம்க்கு ஒரு கனெக்ஷன், அப்புறம்
வாட்டர் இன்லெட் ஒரு கனெக்ஷன் அவ்வளவுதான். അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് വിനോദ, നമ്മുടെ നാട്ടിൽ വന്നതിനെക്കുറിച്ച് ഇത് കേരളത്തിൽ ആദ്യത്താന്ന് പറഞ്ഞു, ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കോവിഡ്-19 പശ്ചാത്തലത്തിൽ വയനാട് ജില്ല പോലെയുള്ള ഒരു പിന്നോക്ക പ്രദേശത്ത് വളരെ പര്യാപ്തമായ രീതിയിൽ ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ചെന്നൈ IITയുടെ സഹായത്തോടെ കേരളത്തിൽ റെഡിമെയ്ഡായിട്ട് പെട്ടെന്ന് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന, നിർമ്മിക്കാൻ പറ്റുന്ന ഒരു റെഡിമെയ്ഡ് ഹോസ്പിറ്റൽ ഷെൽട്ടർ പണിയാമെന്നുള്ള ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ വയനാട് ജില്ലയിലെ കണിയാമ്പറ്റ പഞ്ചായത്തിലെ വരദൂർ PHSCയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ആവശ്യത്തിലേക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. PHSCയുടെ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച മുതൽ ദീർഘിപ്പിച്ച് ഉച്ചവരെയുള്ള PHSC വൈകുന്നേരം വരെയായിട്ട് ഡോക്ടർമാരെ പഞ്ചായത്ത് വെച്ച് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് 11 കിടക്കകളുള്ള ഒരു ചെറിയ ഹോസ്പിറ്റൽ, മിനി ഹോസ്പിറ്റൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇതിൽ നിലവിലുള്ളത്. അവർ മോഡുലസ് ഹൗസിംഗ് എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനം പ്രവർത്തിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, ഫേമാണ് ഇതിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ ഇന്ന് രാവിലെ തുടങ്ങിയ പ്രവർത്തനമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് ഒരു ചെറിയ മിനി ഹോസ്പിറ്റൽ സൗകര്യത്തോടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇലക്ട്രിക്കൽ സൗകര്യം, പ്ലംബിംഗ് സൗകര്യം, അതുപോലെ തന്നെ വാട്ടർ ഫെസിലിറ്റീസ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്താൽ മാത്രം മതി നമുക്ക് ഈ ഹോസ്പിറ്റലായിട്ട് ഇതിൽ കിടത്തി ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ കോവിഡ് കഴിഞ്ഞാലും നമ്മുടെ പ്രദേശക്കാർക്ക് താൽക്കാലികമായിട്ട് പെട്ടെന്ന് അസുഖമുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നിരീക്ഷണത്തിൽ വെക്കേണ്ട ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ചെറിയ മിനി ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി തന്ന ഈ ചെന്നൈ IITയോടും അതുപോലെ തന്നെ അത് നിർദ്ദേശം മുന്നോട്ട് വെച്ച കേരള സർക്കാരിനോടുമുള്ള കണിയാമ്പറ്റ പഞ്ചായത്തിൻ്റെ എല്ലാ നന്ദിയും കടപ്പാടും അവിടെ അറിയിക്കുകയാണ്. ഇത് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഉള്ളവർക്ക് ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇതിവിടെ വരുന്നത് കൊണ്ട് വരദൂർ നിവാസികൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വയനാട് ജില്ലയിൽ കോവിഡ് ഹോസ്പിറ്റലായിട്ട് 2 എണ്ണം പ്രധാനമായും സ്ഥലത്തുണ്ട്. വയനാട് ജില്ലാ ഹോസ്പിറ്റലും അതുപോലെ കിംസ് മേപ്പാടിയുമാണ് തന്നെ ഇരിക്കുന്നത്. ഈ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മുന്നിൽ കാണുന്ന ഒരു പ്രളയമുണ്ട്. കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ പ്രളയം ഈ പ്രാവശ്യം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് മാനന്തവാടി ഭാഗത്തേക്കുള്ള ട്രാൻസ്പോർട്ടിങ് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള വയനാട് ജില്ലയിലെ ഏതെങ്കിലും രോഗികളൊക്കെ ഉണ്ടെങ്കിൽ, നിരീക്ഷണത്തിലാക്കേണ്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിലാണ് ഇതിനെ കണിയാർ പഞ്ചായത്തിലെ വരദൂരെ ഈ PHSC തിരഞ്ഞെടുത്തിരിക്കുന്നത്. യാതൊരുവിധ ആശങ്കയും ഈ കാര്യത്തിൽ ജനങ്ങൾക്കും പരിസരവാസികൾക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇത് എല്ലാ സൗകര്യവും എല്ലാം മുൻകരുതലും എടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് മിഷനറികൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇത് ഭാവിയിൽ കോവിഡിൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ നമുക്കൊരു മുതൽക്കൂട്ടായിട്ടായിരിക്കും ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാകുക. അപ്പോൾ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റായ ബിനുവേട്ടൻ ഇതിനെക്കുറിച്ച് വിവരിച്ച് തന്നു. പിന്നെ നമ്മളെ എഞ്ചിനീയറും ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു സെൻറ്റർ ഉണ്ടാക്കുന്നത്. ഇത് ഏത് ഗ്രാമത്തിലും എവിടെയാണെങ്കിലും പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റും. ഒരു റെഡിമെയ്ഡ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം. ഒരു 2 ദിവസം കൊണ്ട് ഒരു ഹോസ്പിറ്റൽ തന്നെ. പിന്നെ നമ്മൾ വാട്ടർ കണക്ഷനും കറണ്ടും മാത്രം അതിലേക്ക് കൊടുക്കേണ്ടുള്ളൂ. ബാക്കി എല്ലാം അതിൽ സെറ്റാണ്. 12 പേർക്ക് കിടക്കാനുള്ള സൗകര്യമാണുള്ള 2 ബാത്റൂം അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഇതേപോലെ കോവിഡ് പരന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേപോലത്തെ ഒന്ന് വളരെ ഉപകാരപ്രദമാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.